10 ദിവസം മുമ്പ് നടന്ന കോൺഫറൻസിൽ എന്താണ് ജനറൽ മാനേജർ തന്നിരിക്കുന്ന വാഗ്ദാനം? അടുത്ത ഫേസ് അത് കഴിയും. അത് നിങ്ങളൊരു ഉന്നം വെച്ചു, ഞാൻ ആ ഉന്നം ഓടിച്ചു. ഇത് എന്താണ് അടുത്ത ഫേസ്? അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുന്നതിനകത്ത് ഇരിഞ്ഞാലും കൂടെ ഉൾപ്പെടുത്താനുള്ള ഏർപ്പാടാണ്. അത് തീരുമാനമാണ്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പരിശ്രമം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. കല്ലേറ്റിങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ശനിയാഴ്ച രാവിലെയാണ് സന്ദർശനം നടത്തിയത്. ഇപ്പോൾ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുവാനും തുടർ വികസനം മനസ്സിലാക്കുവാനുമാണ് കേന്ദ്രമന്ത്രി സ്റ്റേഷൻ സന്ദർശിച്ചത്. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ, റെയിൽവേ വികസന സമിതി, സ്റ്റേഷൻ മാസ്റ്റർ, പൊതുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളടക്കം ഘട്ടം ഘട്ടമായി ഓരോ വികസനവും നടത്തുമെന്നും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാനും പുതിയ സ്റ്റോപ്പുകളുടെ കാര്യത്തിലും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും പരിശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുട സ്റ്റേഷനെ അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്താകെ റെയിൽവേ വികസനത്തിനായി ഒരു ട്രാക്ക് കൂടി നിർമ്മിക്കാനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തി നൽകിയാൽ കേരളത്തിലെ ട്രെയിൻ ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി കെ.കെ. കൃപേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പി.എസ്. അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ, ആളൂർ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റുമാരായ പി.എസ്. സുബീഷ്, ആർ. ചാനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത്, ഷൈജു കുറ്റിക്കാട്, ശ്രീജേഷ്, സരീഷ് കാര്യങ്ങാട്ടിൽ, രമേശ് അയ്യർ, ലിഷോൻ ജോസ്, ജോജൻ കൊല്ലാട്ടിൽ, മുരളി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. Are they still running on that contract? No, sir. It is closed. You have cancelled the contract? It is closed for years, sir. Have you cancelled the contract? Contractual cancellation. പിന്നെ ബൃഹത്തായ ഒരു പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ഫേസാണ്. അമൃത് ഭാരത് സ്റ്റേഷൻസിന്റെ അടുത്ത ഫേസിൽ ഇരിഞ്ഞാലക്കുട ഉണ്ടാവും എന്നാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ട്രാക്ക് കൂടെ കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പേജസ് പലതും സാധ്യം. വമ്പൻ യാത്രക്കാരുടെ ആവശ്യം മാത്രമല്ല, ചെറുകിട യാത്രക്കാരുടെ അല്ലേ, പാവങ്ങളുടെ യാത്രയും കൂടെ സുഗമമാക്കാൻ ഒരു ട്രാക്ക് കൂടെ എക്സ്ട്രാ ഇല്ലാതെ പറ്റത്തില്ല. ഒരു സ്റ്റോപ്പ് ഒരു ട്രെയിനിന് ഇടുക എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് വെച്ച് ആഘോഷിക്കാനുള്ള മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന എത്ര പേർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകും. ഓരോ ഡെസിഗ്നേഷനിൽ വരുന്ന ഓരോ ട്രെയിനിന് എത്രമാത്രം തടസ്സം അത് സൃഷ്ടിക്കും എന്ന് പറയുന്ന കണക്കെടുക്കാതൊന്നും അവർക്കൊരു സ്റ്റോപ്പ് തന്നിരിക്കുന്നു എന്ന് പറയാനൊക്കത്തില്ല, അല്ലേ? ഒരു സ്റ്റേഷനിൽ ഒരു ട്രെയിനിന്റെ എക്സ്ട്രാ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന 5 സ്റ്റേഷനെയാണ് ബാധിക്കുന്നത്. ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഞാൻ കാണുന്നത്. ഒരു അമൃത് ഭാരത് പദ്ധതിക്കകത്ത് പെടുത്തി ഇതിന്റെ വിപുലമായ ഒരു മുഖം മാറ്റമല്ല, നമുക്ക് ഇതിന്റെ ഘടന തന്നെ മാറും. ഒരുപക്ഷെ അങ്ങനെ ഒരു കാലം വരികയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റേഷനിലൂടെ കാണത്തില്ല, ഇതിലെ ഒരു റെയിൽ ലൈൻ കാണും, ഒരു സ്റ്റേഷൻ കുറച്ചുകൂടെ മാറി അപ്പുറത്തോ അല്ലെങ്കിൽ ഈ സൈഡിലോ ആയിട്ടോ ഒക്കെ വരുന്ന രീതിയിലേക്ക്. ഇപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ,